ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. നമുക്ക് അർച്ചന സ്കൂൾ അധികൃതരോട് ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിൽ ഹെഡ് മാസ്റ്ററോട് പറയൂ. ഇപ്പോൾ നമ്മൾ മിനിസ്റ്ററെ വിളിച്ചു. മിനിസ്റ്റർ പറഞ്ഞത് സ്കൂൾ അധികൃതർ എത്രയും പെട്ടെന്നൊരു പരാതി ഒന്ന് മെയിൽ അയച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിനിസ്റ്ററുടെ ഓഫീസിലേക്കും KSEB ഓഫീസിലേക്കും ഒരു മെയിൽ അയച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ നടപടി ഉണ്ടാവും. മിനിസ്റ്റർ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. പറഞ്ഞോളൂ. അരുൺ തീർച്ചയായും നമ്മളൊരു പരിഹാരം അങ്ങനെ ഒരു പരിഹാരമായിരിക്കുന്നു. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫീസിലേക്കും ഒപ്പം തന്നെ ഇവിടുത്തെ KSEB സെക്ഷൻ ഓഫീസിലേക്കും ഒരു മെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരിട്ട് നമ്മൾ അതിനൊരു പരിഹാരമാക്കിയിരിക്കുന്നു. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഇത്രയും കുട്ടികൾ പഠിക്കും പരിഹാരം ഉണ്ടാവണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നേടണം. കാരണം വെച്ചാൽ ഇതൊരു ഓരോ ദിവസം ഇത്തിരി ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മഴയത്തെ ഉണ്ടെങ്കിൽ താഴെ വലിയ കുഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ശരിയാവും എന്നുള്ള പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ താങ്ക് യു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഈ നാട്ടുകാരടക്കം വലിയൊരു ആശങ്ക തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇതാണ് ഈ റോഡിൻ്റെ ക്രോസിൽ ഈ ലൈൻ പോകുന്നതുകൊണ്ട് ഏത് സമയത്ത് വീഴുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതി ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു വലിയൊരു ആശങ്ക ഉള്ളതിൽ. കുട്ടികളിപ്പോൾ സ്കൂളിൽ നിന്ന് 3000-ഓളം കുട്ടികൾ ഇപ്പോൾ അവിടുത്തെ സ്കൂളിലെ കുട്ടികളും കൂടി പോകുന്നുണ്ട്. ഇവിടെ ഈ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികൾ പോകുന്ന വഴിക്ക് ആ സമയത്താണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് മാറ്റി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ അത് തന്നെയാണ് ആ പ്രതീക്ഷയ്ക്കൊരു പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് തീരുമാനമാക്കി കൊടുക്കണം അർച്ചന. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതും മഴക്കാലമായതോടുകൂടി ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രവേശന കവാടത്തോട് ചേർന്ന് ഈ ഒരു അപകടകരമായ വിധം ഇത്തരത്തിലൊരു ഒരു വൈദ്യുതി പോസ്റ്റ് ഉള്ളത്. എന്തായാലും അതിനൊരു പരിഹാരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു മുഖത്തെ ആ ഒരു സന്തോഷം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് എനിക്കൊന്നും ഒരാഴ്ചയൊന്നും പാടില്ല. KSEB ജീവനക്കാരൊക്കെ ഇത് വളരെ പെട്ടെന്ന് ഇടപെട്ട് ഈ പോസ്റ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു പരാതി രേഖാമൂലം ഒരിക്കൽ കൂടി അയച്ചാൽ മതി. മന്ത്രിയുടെ ഓഫീസ് ആ വിഷയം പരിഗണിക്കുന്നുണ്ട്. നമുക്കും അത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. 2-3 ദിവസത്തിനുള്ളിൽ എന്തായി നടപടി എന്ന് നമുക്ക് KSEB ഓഫീസിലും കുഞ്ഞമ്പു MLA വിളിച്ച കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. ഇതെന്താണിത് നടക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. KSEB ഉദ്യോഗസ്ഥരുടെ പരാതി പറയുമ്പോൾ മാറ്റിയിടാം എന്ന് പറഞ്ഞു പോകും. അതിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടേണ്ടതല്ലേ? തേവലക്കര കൊണ്ട് പഠിച്ചില്ലേ? ഒരു കുഞ്ഞിൻ്റെ ജീവൻ കളഞ്ഞില്ലേ? പല ഷോക്കേറ്റ് വീഴുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? കുറച്ചുകൂടിയൊക്കെ കാര്യക്ഷമമാകാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും KSEB വൈദ്യുതി മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പരാതി നൽകാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.